കേരള സർവകലാശാലയ്ക്ക് മുന്നിലുണ്ടായ സംഘർഷങ്ങൾ തടയുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയിൽ അതൃപ്തി അറിയിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സംസ്ഥാന പോലീസ് മേധാവിയെ രാജ്ഭവനിലേക്ക് വിളിച്ചുവരുത്തി ഗവർണർ അതൃപ്തി അറിയിച്ചു. സംഘർഷങ്ങളുണ്ടായിട്ടും പോലീസ് തടഞ്ഞില്ല. പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയിൽ നടപടി വേണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്കും രാജ്ഭവനിലേക്കും SFI പ്രവർത്തകർ കടന്നുകയറാൻ ശ്രമിച്ചിട്ടും പോലീസ് നോക്കുകുത്തിയായി നിന്നെന്നും ഗവർണർ വിമർശിച്ചു. വിവരങ്ങളുമായി R. രാജീവാണ് ചേരുന്നത്. രാജീവേ, കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നാം കാണുന്നതാണ്. രാജ്ഭവനിലേക്ക് അതിക്രമിച്ചു കയറാൻ SFI ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ അക്രമമാണ് SFIയും DYFIയും ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത അതൃപ്തി രാജ്ഭവന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമല്ലേ ഇപ്പോൾ ഈ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? രാജീവ്. തീർച്ചയായും ഗൗതം, ഏതായാലും രാജ്ഭവൻ കൂടി നിലപാട് കടുപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. ഗൗതം സൂചിപ്പിച്ചതുപോലെ സമീപകാലത്തെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഈ അക്രമങ്ങളിലേക്ക് വഴിമാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഇത് തടയാനാവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നേരത്തെയും ഈ സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധങ്ങളുമായി എത്താറുണ്ട്. അതൊക്കെ ഈ സർവകലാശാലയ്ക്ക് പുറത്താണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നതെങ്കിൽ ഇവിടെ നടന്നത് ഈ സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് പോലും കടന്നു കയറി പ്രതിഷേധിക്കാനുള്ള നീക്കമായിരുന്നു നടന്നത്. ഇതിന് ഉള്ളിലേക്ക് പ്രവർത്തകർ കടക്കുമ്പോഴും അവരെ തടയാനുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നോ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നത് വസ്തുത തന്നെയാണ്. ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, സർവകലാശാലയിലെ ഇടത് അനുകൂല സംഘടനകളും ഇവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് പോലും പ്രവർത്തകർ കടന്നു കയറുകയും നിലവിൽ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചാണെങ്കിൽ നിരവധി രഹസ്യരേഖകൾ സൂക്ഷിക്കുന്ന ഇടമാണ് സർവകലാശാല ആസ്ഥാനം. ആ സർവകലാശാല ആസ്ഥാനത്തേക്കാണ് പ്രവർത്തകർ കടന്നു കയറിയത്. അത് സുരക്ഷാ ജീവനക്കാർ തടയാതിരിക്കുന്നു, പോലീസ് തടയാതിരിക്കുന്നു. ഇതിൽ ഏതായാലും വലിയ അതൃപ്തി ഗവർണർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വിളിച്ചു വരുത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഗവർണർ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് ഇത്തരമൊരു പ്രകടനം ഉണ്ടാകുമ്പോൾ അത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല? പോലീസ് എന്തുകൊണ്ട് അത് നോക്കിക്കൊണ്ട് നിന്നു? സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI DYFI പ്രവർത്തകർ കടന്നു കയറിയിട്ടും എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഗവർണർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജ്ഭവനിലേക്ക് ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. DYFI ഉൾപ്പെടെ ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു, SFIയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നു. അവിടെയും പോലീസ് സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതാണ്. നിരവധി പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒന്നും തടയാനുള്ള യാതൊരു ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. മറ്റ് യുവജന സംഘടനകളാണ് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതെങ്കിൽ ഇതാകുമോ പോലീസിൻ്റെ സമീപനം എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത ഈ അവസ്ഥയിൽ പോലും യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകാറുണ്ട്. ഇവിടെ പക്ഷേ സംഭവിച്ചത് അതല്ല. സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ ഉണ്ടായി. SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്നു, രാജ്ഭവനിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, പോലീസിൻ്റെ ബാരിക്കേഡുകൾ ഉൾപ്പെടെ തകർക്കുന്നു. എന്നിട്ട് പോലും ജലപീരങ്കിക്കപ്പുറം കടക്കാൻ പോലീസ് തയ്യാറായില്ല. അതായത് പോലീസ് ഈ ഇടത് യുവജന സംഘടനകൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരള സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്ന ചോദ്യം സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ, അവിടെ ആരാണോ വീഴ്ച വരുത്തിയത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. രണ്ട് സ്ഥലത്തും, അതായത് കേരള സർവകലാശാലയിൽ എന്തുകൊണ്ട് ഈ ഇടത് യുവജന സംഘടനാ പ്രവർത്തകർക്ക് കടന്നു കയറാൻ പറ്റി, അതീവ രഹസ്യ സ്വഭാവമുണ്ടെന്ന് സൂചിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കരുതുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞത്? അവിടെ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു? ഇതിനൊപ്പം തന്നെ രാജ്ഭവന് മുന്നിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും അതിനെ തടയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് ഗവർണർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗൗതം.